ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. വിവോയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള വിവോ V25 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ പേഴ്സണലി എന്നോട് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഫോണിൽ സജസ്റ്റ് ചെയ്യുന്നവർക്ക് ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോണാണ് വിവോ V25 എന്ന് പറയുന്ന ഈ ലേറ്റസ്റ്റ് മോഡൽ. ഇത് ഓഫർ സമയത്ത് 25,500 കിട്ടിയിരുന്നു. അതൊരു 25,000 to 30,000 പ്രൈസ് റേഞ്ചിനകത്ത് കിട്ടുന്നതിൽ നിങ്ങളുടെ മെയിൻ യൂസിങ് ക്യാമറയാണ്, നല്ല ഡിസൈനാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് യൂസിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് വിവോ V25 എന്ന് പറയുന്നത്. ഗെയിമിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻസ് വേറെ കിട്ടും. പെർഫോമൻസ്, അതുപോലെ തന്നെ എഡിറ്റിംഗ്, മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റിയ മോഡലാണ് ഇതെന്ന് പറയുന്നത്. ഞാൻ തന്നെ കുറേ പേർക്ക് ഈ ഫോൺ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബോക്സ് ഒക്കെ പൊട്ടിച്ച് അൺബോക്സ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പരിശോധിക്കാം. അപ്പോൾ ക്യാമറ മാത്രമല്ല, അതല്ലാതെ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പിന്നെ ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു സീരീസാണ് വിവോയുടെ V സീരീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഫോണിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് അടക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അൺബോക്സിലേക്ക് അടക്കാം. വിവോ V25 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത് സാധാരണ V സീരീസ് ഫോണിനകത്ത് കാണുന്ന രീതിയിലുള്ള കുറച്ച് വലിയ ബോക്സാണ് വരുന്നത്. ഇവിടെ വലുതായിട്ട് വിവോ എന്ന് പറയുന്നൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. മോഡൽ നെയിം V25 എന്ന് കൊടുത്തിട്ടുണ്ട്. സൈഡിലും ഇതുപോലെ മോഡൽ നെയിം രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഇതിൻ്റെ IMEI നമ്പർ, പിന്നെ അതുപോലെ ഈ ഫോൺ 8GB RAM 128GB ആണ് സ്റ്റോറേജ്. പിന്നെ നമ്മൾ എടുത്തുള്ളത് ഇതിൻ്റെ സർഫിംഗ് ബ്ലൂ എന്ന് പറയുന്ന ബ്ലൂ കളറാണ് എടുത്തുള്ളത്. കളർ ചേഞ്ചിങ് ആണ്, നമുക്ക് വെയിലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കളർ ചേഞ്ചിങ് ആവുന്ന രീതിയിൽ. അത് മുൻപത്തെ വിവോയുടെ V23ലും V23 പ്രോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സെയിം കളർ ചേഞ്ചിങ് ഫീച്ചറും ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ IMEI നമ്പർ കാര്യങ്ങൾ ഈ ഫോണിൻ്റെ ബോക്സിനോട് എന്തൊക്കെ കിട്ടുന്നുണ്ട്, മാനുഫാക്ചറിങ് ഡേറ്റ്, അതുപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ബോക്സും ചെയ്തിട്ടുള്ളത്. പിന്നെ അത് എത്ര 5G ബാൻഡുകളുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ 5G ബാൻഡുകളാണ് എന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോക്സ് നമുക്ക് ഇത്തരത്തിൽ ഓപ്പൺ ആക്കാം. ഇവിടെ വിവോ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന പ്രോഡക്റ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ മെയിൻ ബോക്സ് നമ്മൾ ഇത്തരത്തിൽ ഓപ്പൺ ആക്കുമ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ ഇവിടെ സ്മാർട്ട് ഫോൺ ഇരിക്കുന്നുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇവിടെ നമുക്കൊരു IMEI നമ്പറിൻ്റെ സ്റ്റിക്കർ കിട്ടുന്നുണ്ട്. പിന്നെ ബാക്ക് പൗച്ച് കിട്ടുന്നുണ്ട്. നല്ല ബോക്സി ഡിസൈൻ ആയിട്ടുണ്ട്. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ബാക്ക് പൗച്ച് കിട്ടുന്നുണ്ട്. ഇത് ഒരു മാസമൊക്കെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ ഇതൊരു കളർ മാറിയ ഒരു മഞ്ഞ കളറൊക്കെ ആവും. പക്ഷെ അതുവരെ നല്ല ഭംഗിയിൽ തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഒരു ബാക്ക് പൗച്ച് കൊടുക്കുന്നുണ്ടെന്നുള്ളത് തന്നെ നല്ലൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചാർജിങ് അഡാപ്റ്റർ കിട്ടുന്നുണ്ട്. അത് 44 വാട്ടിൻ്റെ ഒരു ചാർജിങ് അഡാപ്റ്ററാണ് കിട്ടുന്നത്. പിന്നെ ചാർജിങ് കേബിൾ, ടൈപ്പ് സി ചാർജിങ് കേബിളും സിം കാർഡ് എജക്റ്റിംഗ് ടൂളും കിട്ടുന്നുണ്ട്. ഇയർഫോൺ വരുന്നില്ല. സാധാരണ വിവോയുടെ V സീരീസ് ഫോണിനകത്തൊക്കെ നമുക്ക് ഹെഡ്സെറ്റ് കിട്ടാറുണ്ട്. പക്ഷെ നമുക്ക് ഇതിൻ്റെ കൂടെ ഹെഡ്സെറ്റ് വരുന്നില്ല. അതൊരു ബാക്ക് പൗച്ചും കിട്ടുന്നുണ്ടല്ലോ, അതന്നെ നല്ലൊരു കാര്യം, വലിയൊരു കാര്യം. അപ്പോൾ ഇതാണ് വിവോ V25 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. ഇത്തരത്തിലൊരു പ്ലാസ്റ്റിക് കവറിനകത്താണ് ഈ ഫോൺ വരുന്നത്. നമുക്ക് കവർ ഓപ്പൺ ചെയ്യാം. V25 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്, അപ്പോൾ ഡിസൈൻ വൈസ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു ഗംഭീര ഡിസൈനാണ് ഈ ഫോണിനകത്ത് വരുന്നത് കേട്ടോ. ഗംഭീർ ലുക്കാണ്. അപ്പോൾ അത് തന്നെ V23 ഫോണുമായിട്ടൊക്കെ ഏകദേശം സാദൃശ്യമുണ്ട്. എന്നാൽ കൂടി ഒരു ലുക്ക് വൈസ് അടിപൊളിയാണ്. ബാക്ക് സൈഡ് ഗ്ലാസ് ബോർഡ് വരുന്നത്, പ്ലാസ്റ്റിക് ബോർഡ് ഇല്ല. അതൊരു നല്ലൊരു കാര്യമാണ്. അത് AG മാറ്റ് ഗ്ലാസ്സാണ് വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കളർ ചേഞ്ചിങ് ആണ്. നമുക്ക് വെയിലത്ത് പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ UV ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡിസൈനുകളൊക്കെ നമുക്ക് ബാക്ക് സൈഡിൽ ക്രിയേറ്റ് ചെയ്യാം. അതൊരു ജസ്റ്റ് ഒരു ഫൺ ഫാക്റ്റ് ആണ്. നമുക്ക് എത്രത്തോളം അത് യൂസ്ഫുൾ ആവുമെന്ന് നമുക്ക് ഇല്ല. എന്തായാലും ഒരു കളർ ചേഞ്ചിങ് ഓപ്ഷനുള്ള ഒരു AG മാറ്റ് ഗ്ലാസ് വരുന്നത്. ഫിംഗർ പ്രിൻറ്റുകളോ അഴുക്കുകളോ ഒന്നും ഇതിനകത്ത് പറ്റി പിടിച്ചിരിക്കില്ല. നല്ലൊരു കാര്യമാണ്. വളരെ സ്ലിപ്പായി പോകുന്നുണ്ട് കേട്ടോ. നല്ല മാറ്റ് ഫിനിഷാണ്. അതുകൊണ്ട് തന്നെ ബാക്ക് പൗച്ച് എന്നാലും ഇടണം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് എന്തായാലും സ്ലിപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിക്കുക. ക്യാമറയുടെ ഭാഗം നോക്കുമ്പോൾ ഇവിടെ ഒരു ചതുരപ്പെട്ടിക്കകത്ത് ഒരു 2 സ്റ്റെപ്പായിട്ട് 2 ക്യാമറകളും 3 ക്യാമറകളും പിന്നെ ഫ്ലാഷ് ലൈറ്റും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസൈനൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ക്യാമറ അത്ര കണ്ട് പുറത്തൊന്നും പൊന്തി നിൽക്കുന്നില്ല. അതിലും ഡിസൈൻ വൈസ് നല്ല അടിപൊളിയാണെന്ന് പറയാം. ഇവിടെ വിവോയുടെ ലോഗും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടോ. അപ്പോൾ ഡിസൈൻ അടിപൊളിയാണ്. നമ്മൾ ആപ്പിൾ ഐഫോണിനകത്തൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു സെയിം ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. ഒരു ബോക്സിയാണ്. അത്രയും ഫിനിഷിങ്ങിലാണ് ഇത് കൊടുത്തുള്ളത്. പിടിക്കുമ്പോൾ നല്ലൊരു പ്രീമിയം ഫീലിംഗ്, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ കയ്യിൽ പിടിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സൈഡിൽ നമുക്ക് ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ വരുന്നുണ്ട്, മുകളിൽ സെക്കൻഡ് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. ഈ സൈഡ് ഫുൾ ക്ലിയർ ആണ്. താഴെയാണ് ഇതിൻ്റെ സിം കാർഡ് ഹോൾഡർ, അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ട്, മൈക്രോഫോൺ ഹോള്, സ്പീക്കർ ഗ്രില്ലൊക്കെ വരുന്നത്. മോണോ സ്പീക്കറാണ് കേട്ടോ, സ്റ്റീരിയോ സ്പീക്കറൊന്നും വരുന്നില്ല. ഇതാണ് വിവോ V25 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഓൺ ആകുമ്പോൾ കാണുന്ന ഇതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു ഫുൾ HD+AMOLED ഡിസ്പ്ലേ വരുന്നത്. ഹൈ ക്വാളിറ്റി, ഏറ്റവും മികച്ച ഡിസ്പ്ലേ തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് വരുന്നത്. താഴെ നോക്കുമ്പോൾ കുറച്ച് വലിയ ബെസൽസ് വരുന്നുണ്ട്. സൈഡ് നൈസാണ്. പക്ഷേ മുകളിലൊരു വലിയൊരു നോച്ച്, ചെറുതല്ല, കുറച്ച് വലിപ്പം കൂടിയ നോച്ചാണ് വരുന്നത്. കണ്ടോ, സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ കുറച്ച് വലിപ്പം കൂടിയ നോച്ചാണ്. നമ്മൾ മുൻപ് iQZ6 Pro അല്ലെങ്കിൽ വിവോ T1 Pro അൺബോക്സ് ചെയ്തപ്പോൾ കണ്ട അതേ സെയിം ഡിസ്പ്ലേ തന്നെ ഇവിടെ കൊടുത്തുള്ളത്. 90 Hz ഒരു ഫുൾ HD+ സെയിം സ്ക്രീൻ സൈസുള്ള ഒരു AMOLED ഡിസ്പ്ലേ കൊടുത്തുള്ളത്.
എന്തായാലും ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഉണ്ട്, ഹൈ ക്വാളിറ്റിയാണ്. ബ്രൈറ്റ്നസ് ഒക്കെ പകുതി ഇട്ടിട്ടുള്ളൂ, ഫുൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലേറ്റ് ആവും. കാരണം പകുതിയിലും കുറവാണ് ബ്രൈറ്റ്നസ് ഇരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു നോച്ച് ഡിസ്പ്ലേ പലർക്കും ഇഷ്ടപ്പെടില്ല, പക്ഷേ 5 ഹോളാണ് മിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെടുക. പക്ഷേ ഇവിടെ കുറച്ച് വലിയ 50 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് കൊടുത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നോച്ച് എന്നുള്ള കാര്യം നമുക്ക് വിട്ടുകളയാം. ഇനി ഫോണകത്ത് നോക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള കുറച്ച് അധികം ആപ്ലിക്കേഷൻസ് ഇൻബിൽറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അമർത്തി പിടിച്ചിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പോൾ ആവശ്യമുള്ള ആപ്പുകളൊക്കെ ഉപയോഗിക്കുക. അത് ഈ കാണുന്നത് മുഴുവനും ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് വരുന്ന ആപ്പുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ആപ്സ് മാത്രം യൂസ് ചെയ്താൽ മതി, ആവശ്യമില്ലാത്തൊക്കെ കളയാം. ഇനി സെറ്റിങ്സിനകത്ത് കയറിയിട്ട് നല്ല സ്മൂത്താണ് കേട്ടോ, ഡിസ്പ്ലേ നല്ല സ്മൂത്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 90 ഹെർട്സ് റിഫ്രഷ് റേറ്റാണ് വരുന്നത്, അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ AMOLED ആയി കാരണം അതിൻ്റെതായ ക്വാളിറ്റി നമുക്ക് കിട്ടും. സെറ്റിങ്സിനകത്ത് കയറിയിട്ട് നമുക്ക് ഇവിടെ അബൌട്ട് ഫോണിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ Vivo V25 എന്ന് പറയുന്ന ഫോണിൻ്റെ മോഡൽ നെയിം കൊടുക്കുന്നുണ്ട്. 2.4 GHz Dimensity 900 എന്ന് പറയുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത്. 8 GB RAM ഫോൺ വരുന്നത്. ഓൾറെഡി നമുക്ക് 8 GB വേണമെങ്കിൽ വെർച്വൽ റാം അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ടോട്ടൽ 16 GB എഫക്റ്റീവ് റാമിൽ നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനൊന്നും ആവശ്യമില്ല, 8 GB റാം തന്നെ ധാരാളം വരുന്നത്. കാരണം ഈ ഫോൺ എന്ന് പറയുന്നത് മെയിനായിട്ട് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ എഡിറ്റിംഗ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഫോണാണ്. ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് മിക്ക ആൾക്കാരും ഈ ഫോൺ ചൂസ് ചെയ്യാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് 8 GB റാം എന്ന് പറയുന്നത് തന്നെ ഇഷ്ടം പോലെയാണ്. പിന്നെ 8 GB റാം എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യം അത്രയധികം മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 16 GB വരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത് മാത്രം. ഇത് വരുന്നത് ആൻഡ്രോയിഡ് വേർഷൻ 12 വരുന്നത്. തീർച്ചയായിട്ടും ആൻഡ്രോയിഡ് വേർഷൻ 13 14 അപ്ഡേറ്റ് കിട്ടുന്ന ഒരു ഫോണാണ് കേട്ടോ, ഷുവറായിട്ടും കിട്ടും. പിന്നെ 128 GB ഫോണിൻ്റെ സ്റ്റോറേജ് വരുന്നത്. പിന്നെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഭാഗത്ത് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. Dimensity 900 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സറാണ്. നിങ്ങളുടെ മെയിൻ യൂസിങ് ഗെയിം കളിക്ക് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ ഈ പ്രൈസിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ വിവോയുടെ തന്നെ i2 Neo 6 കിട്ടും, അല്ലെങ്കിൽ Realme GT Neo 3 കിട്ടും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു പ്രൈസിൽ വരുന്നുണ്ട്. പക്ഷേ ഈ ഫോൺ അടിപൊളിയായിരിക്കും. ഗെയിം കളിക്കാൻ പറ്റില്ല എന്നല്ല പറയുന്നത്, നല്ല പെർഫോമൻസിൽ ഗെയിം കളിക്കാം, നല്ല ക്യാമറ പെർഫോമൻസും എല്ലാം കൊണ്ടും ഓവറോൾ നോക്കുമ്പോൾ നല്ലൊരു പെർഫോമൻസ് ഉള്ള ഒരു പ്രോസസ്സറാണ് Dimensity 900 എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ പെർഫോമൻസിൻ്റെ ഭാഗത്തും പറയാനുള്ളത്. അപ്പോൾ പെർഫോമൻസും ഒരു അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉള്ള ഫോണാണ് ഇതെന്ന് പറയുന്നത്. ഇനി ക്യാമറ, നമ്മൾ ഈ ഫോണിൻ്റെ ക്യാമറയെ കുറിച്ചുള്ള വീഡിയോ സെപ്പറേറ്റ് ചെയ്യും, ഷുവറായിട്ടും ചെയ്യും. മിക്കവാറും ഈ ഒരു വീഡിയോ ഇട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇതിൻ്റെ ക്യാമറ വീഡിയോയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. കാരണം ഞാൻ ഈ ഫോൺ പേഴ്സണലി ക്യാമറയ്ക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന ഫോണാണ്. അപ്പോൾ ആരെങ്കിലും ക്യാമറ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ക്യാമറ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ലൈവായിട്ട് ചുമ്മാ ഒരു ക്യാമറ എടുത്ത് കാണിച്ചു തരുന്നതാണ്. ജസ്റ്റ് ലൈവായിട്ട് നമ്മൾ ഷോപ്പിനകത്ത് തീരെ വിളിച്ചില്ല. ഇപ്പം നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വളരെ വെളിച്ചം കുറഞ്ഞൊരു കണ്ടീഷനിലാണ്. ജസ്റ്റ് ലൈവായിട്ടൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. 64 മെഗാ പിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ. അത്രയും ഹൈ ക്വാളിറ്റി നല്ലൊരു ക്യാമറ, ലോ ലൈറ്റിലായാലും നല്ലൊരു ക്യാമറ കിട്ടുന്നുണ്ട്. അപ്പോൾ ക്യാമറയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ വേറെ ചെയ്യാം കേട്ടോ. നൈറ്റ് മോഡ്, പോർട്രേറ്റ് മോഡ്, ഫോട്ടോ മോഡ്, വീഡിയോ തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയ്ക്കും ബാക്ക് ക്യാമറയ്ക്കകത്തും നമുക്ക് 4K റെക്കോർഡിംഗ് ഉള്ള ഒരു ഫോണാണത്. അതൊക്കെ വളരെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകൾക്കകത്ത് വരെ അല്ലെങ്കിൽ ഗെയിമിംഗ് ഫോൺസിനകത്ത് വരെ കാണാത്തൊരു കാര്യമാണ്. പിന്നെ ഇവിടെ വ്ളോഗ് മോഡ് കൊണ്ട് സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ മോർ സെറ്റിംഗ്സിനകത്ത് ഹൈ റെസൊല്യൂഷൻ മോഡ്, സ്ലോ മോഷൻ മോഡ്, ടൈം ലാപ്സ് മോഡ്, മാക്രോ മോഡ്, ഡബിൾ എക്സ്പോഷർ, ഡ്യുവൽ മോഡ്, ഒരുപാട് ഫീച്ചേഴ്സ് ക്യാമറയ്ക്കകത്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാമറേൻ്റെ റിവ്യൂവിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ വേറെ ചെയ്യാം. ഇവിടെ മാക്രോ മോഡ് വരുന്നുണ്ട്. പിന്നെ വീഡിയോയിൽ നമുക്ക് പോർട്രേറ്റ് മോഡ്, ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കിയിട്ട് എടുക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തും വരുന്നുണ്ട്. 50 മെഗാ പിക്സലാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഇവിടെ നൈറ്റ് മോഡ് വരുന്നുണ്ട്, പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്. അതൊക്കെ ഹൈ ക്വാളിറ്റി. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് തീരെ വെളിച്ചമില്ലാത്തൊരു റൂമിനകത്താണ്, എന്നിട്ട് വരെ നല്ലൊരു ക്വാളിറ്റി. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വീഡിയോ മോഡ് വരുന്നുണ്ട്. വീഡിയോ മോഡിനകത്ത് നമുക്ക് 4K നമുക്ക് റെക്കോർഡിംഗ് വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത് നമുക്ക് 60 FPS കണ്ടോ, നല്ല സ്മൂത്തായിട്ട് നമുക്ക് 60 FPS നമുക്ക് ഫ്രണ്ട് ക്യാമറ വെച്ച് നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു കാര്യമാണ്. സ്റ്റഡി മോഡ് വരുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് യൂട്യൂബിംഗ് ചാനലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻസ്റ്റാഗ്രാം റീൽസോ ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു ഫീച്ചർ യൂസ്ഫുൾ ആയിരിക്കും. കാരണം 60 FPS നമ്മൾ വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ഔട്ട്പുട്ട് നല്ല ഒരു പ്രത്യേകതയാണ്. പിന്നെ വ്ളോഗ് മോഡും മൂവി മോഡ് കുറേ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അപ്പോൾ ക്യാമറയെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ വേറെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നുള്ളതാണ്. ഇനി ബാറ്ററി എന്ന് പറയുന്നത് 4500 mAh ബാറ്ററി വരുന്നത്. 5000 mAh കൊടുക്കാമായിരുന്നു, പക്ഷേ സാധാരണ വിവോയുടെ V സീരീസ് ഫോണൊക്കെ ഈ പറയുന്ന 4000 4500 മാക്സിമം കൊടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ 4500 mAh ബാറ്ററി ആണെങ്കിലും ഡിസ്പ്ലേ LED ഒക്കെ ആയത് കാരണം കുഴപ്പമില്ല. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബാറ്ററിയുടെ ഭാഗത്തും കുഴപ്പമില്ലെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് Vivo V25 എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അടിപൊളി ഫോണാണ്, നല്ലൊരു ക്യാമറ ഫോണാണ്. പിന്നെ V സീരീസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഒക്കെ ഉള്ള ഒരു സീരീസാണ്. ലോങ് ലാസ്റ്റ് യൂസ് ചെയ്യുന്നോ നല്ല ക്വാളിറ്റിക്കുള്ള ഫോണുകളൊക്കെയാണ് വരുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റിയും ഒക്കെയുള്ള ഫോണുകളാണ്.
അപ്പോൾ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോൺ കൂടിയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് ഈ ഫോണിനെ കുറിച്ച് തോന്നിയതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് എ ലോട്ട്.